ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ വിൻ്റർ ട്രാൻസ്ഫർ ഒഫീഷ്യലി ക്ലോസ് ആയിട്ടുണ്ട്. തുടക്കം തന്നെ നമുക്ക് കിലുക്കം സിനിമയിലെ ഒരു ഡയലോഗോടുകൂടി തുടങ്ങാം. ജ്യോതിയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല, ലാസ്റ്റ് വന്നത് ആനയാണ്. നോക്കുമ്പോൾ അത് ഇനിയോസ്. എന്താണ് പറയുക ഇവന്മാരെ കൊണ്ട്? ക്ലബിനെ നന്നാക്കാനല്ലാതെ പിന്നെ എന്തിനാണ് ഇവന്മാർ വാങ്ങിയിരിക്കുന്നത് ഒരു ഷെയർ? എന്തിനാണ്? എനിക്ക് തോന്നുന്നില്ല, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. പിന്നെ എന്ത് മണ്ണാങ്കട്ടക്കാണ് ഇവന്മാർ വാങ്ങിക്കുന്നത്? ഒരു 5 മില്യൺ കൊടുക്കാൻ ഒരു പ്ലെയറിന്, ഒരു ലോണിലൊരു പ്ലെയറിനെ വാങ്ങുമ്പം ബയേൺ ചോദിച്ചത് ആകെ ഒരു 5 മില്യൺ ആണ് പോലും. അത് ഇവന്മാർക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് തേങ്ങക്കാണ് ഇവന്മാർ ക്ലബ്ബ് വാങ്ങിയിരിക്കുന്നത്? മര്യാദയ്ക്ക് ആ ഖത്തറിന് കൊടുത്തുകൂടായിരുന്നു. ഇനിയോസിനെ മാത്രമേ ഞാൻ കുറ്റം പറയുന്നില്ല. ഗ്ലേസേഴ്സ് 2008 തൊട്ട് കുളം തോണ്ടാനായിട്ട് ഇവിടെ നശിപ്പിക്കുക. ആ സ്വന്തം റൈവൽസ് ആയിട്ടുള്ള സിറ്റിയൊക്കെ വെറും വിൻ്റർ ട്രാൻസ്ഫറിൽ അബവ് 200 മില്യൺ ആണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അബവ് 200 മില്യൺ. ഒന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാവരും, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവന്മാർക്ക് പിന്നെ ഈ FFP റൂൾസും PSRും തേങ്ങയും വാങ്ങി ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെയായിട്ട് ഒന്നും വന്നിട്ടില്ല. അത് പിന്നെ സർവ്വസാധാരണമാണ്. നമ്മൾ യുണൈറ്റഡ് എന്തിലെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കാണ് അതൊക്കെ വരിക. ബട്ട് ഒരു 5 മില്യൺ ഈ ഇനിയോസിന് എടുക്കാൻ പറ്റില്ലെങ്കിൽ എന്താ പറയുക? നമ്മുടെ ആ യുണൈറ്റഡ് സ്റ്റാൻഡിൻ്റെ ആ ഒരു ഗോൾ ബ്രിഡ്ജ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെയൊക്കെ പേജിലുണ്ടായിരുന്നു. അവനോട് ചോദിക്കായിരുന്നു ഈ 5 മില്യൺ ഇനിയോസിന് വേണ്ടിയിട്ട്. സത്യമാണ്, ഒരു ബക്കറ്റ് പിരിവ് നടത്തുമായിരുന്നു. ഇവന്മാർക്ക് എന്താ ഒരു ലേശം ഈ ഒരു സംഭവം ഇല്ലേ? രണ്ട് സെൻട്രൽ ഫോർവേഡ്സ് പോയി. സെൻട്രൽ ഫോർവേഡ് അല്ല, ഫോർവേഡിൽ കൈ കളിക്കുന്ന 2 പ്ലെയേഴ്സാണ് ലോണിൽ പോയിരിക്കുന്നത്. ഒന്ന് റാഷ്ഫോർഡ്, ഒന്ന് ആൻ്റണി. ഏതെങ്കിലും ഒരുത്തിനൊരു ബാക്കപ്പ് വേണ്ടേ? ഇപ്പോൾ ആകെ ഇപ്പോൾ ടീമിലുള്ളത്, സീനിയർ ടീമിലുള്ളത് 4 ഫോർവേഡ്സാണ്. 4 ഫോർവേഡ് കളിക്കുന്ന 4 പ്ലെയേഴ്സാണുള്ളത്. ഹൊയ്ലുണ്ട്, സിറിക്സി, അമാദ്, ഗർനാച്ചോ. എന്ത് ചെയ്യാനാണ് ഇവന്മാരെ വെച്ചിട്ട്? അല്ല, സത്യത്തിൽ എന്താണ് പ്ലാൻ? ഇവന്മാരുടെ പ്ലാൻ എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടാണെങ്കിൽ അമോറിമിൻ്റെ സീസണിൻ്റെ പകുതിക്കൊന്ന് കൊണ്ടുപോയി ചെയ്യുന്നത്. അമോറിമിൻ്റെ കരിയർ നശിപ്പിക്കുക എന്നല്ലാതെ ഇവന്മാർക്ക് ഇങ്ങനെ ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ലെങ്കിൽ മര്യാദയ്ക്ക് നിസ്റ്റൽ റൂയിൽ തന്നെ സീസൺ തീരുന്നത് വരെ വെച്ചിട്ട് നെക്സ്റ്റ് സീസണിൽ കൊണ്ടുവന്ന പോരായിരുന്നോ? അപ്പോൾ സമ്മറിലേക്ക് ഞങ്ങൾക്ക് പൈസ ഇറക്കാൻ പറ്റില്ല. എന്തിനാണ് പുള്ളിയുടെ കരിയർ കൂടി നശിപ്പിക്കുന്നത്? മനസ്സിലാവുന്നില്ല. ഒന്നിക്ക് പുതിയൊരു മാനേജറിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്ത് ഫുൾ സപ്പോർട്ട്, എല്ലാ കാര്യങ്ങൾക്കും ഫുൾ സപ്പോർട്ട് കൊടുക്കണം. ഇത് ഒരു തേങ്ങയും കൊടുക്കുന്നില്ല. എന്നിട്ട് അവനോട് റിസൾട്ട് കൊണ്ടുപോവാ. എന്താ പറയുക? ഇപ്പോൾ അത് മാത്രമല്ലാണ്ട് ഇപ്പോൾ നമുക്ക് പിന്നെ കുറേ ഫാൻസ് ഉണ്ട്. എന്തിനാണ് ഈ സിസ്റ്റത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നത്? സിസ്റ്റം മാറ്റി പിടിച്ചൂടെ? ട്രോൾ കൊണ്ട് മഴയാണ്. ഇത് തന്നെയായിരുന്നു ടെൻഹാഗിൻ്റെ ആ ഒരു എന്താ പറയുക, 4-2-3-1 കളിച്ച് തോറ്റ് എന്തിനാണ് ഇതന്നെ കളിക്കുന്നത്? മാറ്റി പിടിച്ചൂടെ? എന്താണ് ഇവന്മാർക്ക്? എന്താ ഒരു ബോധമില്ല? ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ആദ്യമായിട്ടാണ് ഒരു സിസ്റ്റവും വിഷനും മിഷനും ഒക്കെ ഉള്ള ഒരു മാനേജറിനെ കിട്ടിയത്. എന്നിട്ട് അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ മടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറയാലോ, വെറുത്തുപോയി. ശരിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ ആ മത്തായി സ്റ്റൈലിനെ കിട്ടും. ബട്ട് ഇവന്മാർ വെരി ബാഡ് എന്ന് പറഞ്ഞാൽ വെരി വേഴ്സ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. വെരി വേഴ്സ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ദ ഫുട്ബോൾ ഹിസ്റ്ററി. ഒരു ക്ലബിന് ഇങ്ങനെ ഒരു ടീം ഉണ്ടാവില്ല. ഇവന്മാർക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കുറേ ചെയ്തതാണ് ഗ്ലേസേഴ്സിന് എതിരെ. എന്നിട്ടാണ് ലാസ്റ്റ് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രം ഈ ഇനിയോസിന് കൊടുത്തത്. എന്നാൽ പിന്നെ അവന്മാർ എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും രക്ഷപ്പെടുത്തും, എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവന്മാർ ടിക്കറ്റ് പ്രൈസിൽ കുറക്കുക, ഫെർഗൂസനെ എടുത്ത് പുറത്തിടുക, മറ്റവരെ ചാടുക. ഇത് മാത്രമല്ലാണ്ട് വേറെ ഒരു സംഭവവും ഇല്ല. ഇവന്മാരെന്താ ഈ ഇനിയോസിൻ്റെ ആ സർ ജിമ്മൊക്കെ എല്ലാ കളിയും കാണാൻ ഓൾഡ് ട്രാഫോർഡിലായിക്കോട്ടെ, അവേ മാച്ചസിലായിക്കോട്ടെ, എല്ലാവിടെയും ഗാലറിയിലുണ്ട്. ആ ചങ്ങായിക്ക് കണ്ണ് കാണുന്നില്ല. ഇവന്മാർ കളിക്കുന്നത് കണ്ണ് കാണുന്നില്ല. ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാത്തത് എന്താ അയാൾക്ക് കാണാനില്ലേ? പിന്നെ ഒരു 2 പ്ലെയർ പോയി, എന്നാൽ പിന്നെ അതിനെങ്കിലും ഒരു ബാക്കപ്പ് വേണമെന്നൊരു സ്വബോധ മനസ്സില്ല അയാൾക്ക്. ഒരു ലേശം മനസ്സ്. ഒരു 5 മില്യൺ കൊടുക്കാനുള്ള അവന്മാർക്ക് ഇപ്പോൾ ലാസ്റ്റ് അത് ടോട്ടൻഹാമും ബയേണും എങ്ങനെയാണ് ഡീലായിരിക്കുന്നത്? ഒരു ബൈ ഓപ്ഷനോ ഒരു ബൈ ക്ലോസ് ഒന്നുമില്ല, ജസ്റ്റ് ലോണ്. അവർ ചോദിച്ച പൈസ ആ 5 മില്യൺ ടോട്ടൻഹാം കൊടുത്തിട്ടുണ്ടാവും.
അതുപോലെ ഇയാൾക്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു സ്ട്രൈക്കർ ഉണ്ടാവില്ല. അവൻ നല്ല സ്ട്രൈക്കറോ അല്ലയോ ഒക്കെ പോട്ടെ, 19 years ആണ്. ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ എല്ലാവരും വന്നിട്ട് പറയും അവനെ കൊണ്ട് ഒരു കാര്യമില്ല. ബട്ട് എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്കൊരു പ്ലെയർ വേണ്ട. 2 players ഔട്ടായി കഴിഞ്ഞാൽ ഒരു പൊസിഷനിലേക്കെങ്കിലും ഫില്ല് ആവാൻ. ഇതിലിപ്പം ഹൊയ്ലുണ്ടിനെ നമുക്ക് നല്ലപോലെ അറിയാം, സിർക്സീനെ നല്ലപോലെ അറിയാം എങ്ങനെയാണ് അവന്മാരുടെ കളിയും എത്രത്തോളം മെച്ചപ്പെടുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും അറിയാം. എങ്ങനെ വിശ്വസിച്ച് ഈ പകുതി സീസൺ കൊണ്ടുപോകും? റെലഗേറ്റ് ആവില്ലായിരിക്കാം, ബട്ട് ഒരു 13% എന്തായാലും താഴോട്ട് പോകും. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായാലും 13 താഴോട്ടേ വരുള്ളൂ. പിന്നെ ലാസ്റ്റ് ഈ റെലഗേഷൻ ബാറ്റിലുള്ളത് സതാംപ്ടണും ഇപ്സ്വിച്ചൊക്കെ കുറച്ച് കളിക്കാത്ത ടീം ആയതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ 100% മിക്കവാറും റെലഗേറ്റായി പോകുമായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷ, എനിക്ക് പേഴ്സണലി നല്ലൊരു ഹോപ്പ് ഉണ്ടായതാ യൂറോപ്പ ലീഗ് അടിക്കും. ഈ വിൻ്റർ ട്രാൻസ്ഫറിൽ ഒരു സ്ട്രൈക്കറേയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാവുമായിരുന്നു. കറക്റ്റ് ടൈമിൽ ആ പാവൻ ലിച്ചയ്ക്ക് ഇഞ്ചുറി ആയി, ഒരു സ്ട്രൈക്കർ വരുകയും ചെയ്തില്ല. ഇനി ഗോപിയാണ്, ഗുദാ ഹവ എന്നൊക്കെ പറയില്ല. എനിക്ക് തോന്നുന്നില്ല ഹെവനൊക്കെ എത്രത്തോളം ആ ഒരു ലിച്ച ഇല്ലാത്തത് ഹെവൻ നമ്മുടെ പുതിയ സ്ട്രൈക്കർ, പുതിയ ഡിഫൻഡർ സൈൻ ചെയ്തത് പുള്ളിക്കാരനെ കൊണ്ടൊക്കെ എത്രത്തോളം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ ഷോനെ അവിടെ ഇറക്കേണ്ടി വരും. ഷോ ആണെങ്കിൽ ഒരു തൊട്ടാപ്പെട്ടി തീപ്പെട്ടി എന്നുള്ള പോലെയാണ്. ആരെങ്കിലും വന്നൊന്ന് തട്ടിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ പരിക്കായി പോകുന്ന പോലത്തെ ഒരു ടൈപ്പായി മാറി ലുക്ക് ഷോ ഒക്കെ. ബെസ്റ്റ് വിങ് ബാക്ക് ഒക്കെ ആയിരുന്നു, ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു. ഇംഗ്ലണ്ടിൻ്റെയൊക്കെ സ്ഥിരം സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു പ്ലെയർ ആയിരുന്നു. ബട്ട് തൊട്ടാപ്പെട്ടി ആയി പോയിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ചിതോ ഒബി മാർട്ടിൻ, ആർസനലിൽ നിന്ന് വന്ന ആ ടീനേജർ സെൻറ്റർ ഫോർവേഡ്, എങ്ങനെയെങ്കിലും എൻ്റെ അമോറിമ അവനെ ഒന്ന് ഫസ്റ്റ് ടീമിലേക്ക് എത്തിക്കാം. നിനക്കത് മാത്രമേ ഒരു വഴിയുള്ളൂ. വേറെ ഒന്നും മുന്നിലില്ല. ആകെ ബ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയിട്ടാണുള്ളത്. സത്യം പറയാലോ, ഒരു പ്ലെയർ വരുന്നു വിചാരിച്ചായിരുന്നു, ഇവന്മാർ കൊണ്ടുപോയി നശിപ്പിച്ച് നാറാണത്ത് കണ്ടെടുത്ത്. ആകെ ഭയങ്കര ഫ്രസ്ട്രേഷനിലുള്ള എന്താ പറയുക, എങ്ങനെയാ മുന്നോട്ട് പോവുക? എന്തെങ്കിലും ഒരു വെളിച്ചം കാണുന്നില്ല. ഇവന്മാരൊരു വെളിച്ചം കാണിച്ച് തരുന്നില്ലല്ലോ. ഇത് സ്വന്തം പോക്കറ്റ് നടക്കുക ഇത് മാത്രമേ ഉദ്ദേശമുള്ളൂ. ബാക്കിയുള്ള ടീംസിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സഹതാപം തോന്നുന്നുണ്ട്. ഈ ബാഡ്ജിനോട് ഭയങ്കര സഹതാപം തോന്നുന്നുണ്ട്. കാരണം അത്രയും വർഷമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഈ 2008 മുതൽ ഇവന്മാർക്ക് ഇനിയും മതിയായിട്ടില്ലെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ലേ? അവിടെയുള്ള ഫാൻസ് എന്തെങ്കിലും ഒന്ന് കല്ലേറ്, നമ്മളിവിടെ നാട്ടിൽ സമരമൊക്കെ നടത്തുന്ന പോലെ കല്ലേറൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവന്മാരൊന്ന് അവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ. എന്നിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സമ്മറിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ആരും വാങ്ങാതിരുന്നത്. ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല, ആരും ഒന്നും പ്രതീക്ഷിക്കണ്ട. സത്യം പറയാലോ, ഒരാളെ പോലും വാങ്ങില്ല. ഇതേ അവസ്ഥ തന്നെ സമ്മറിലും ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും വെള്ളിയാഴ്ച കളിയുണ്ട്. ഇനി ജസ്റ്റ് കാണുക, അത്ര മാത്രമേ ഉള്ളൂ. കണ്ട് മുന്നോട്ട് പോവുക, നടക്കുന്നത് നടക്കും, അത്ര മാത്രമേ ഉള്ളൂ. ബട്ട് ടിൽ എൻഡ് സപ്പോർട്ടോടുകൂടി ഇവിടെ തന്നെ ഉണ്ടാവും. ഇവന്മാരെ ഈ മാനേജ്മെൻറ്റിനെ കണ്ടിട്ടൊന്നുമല്ല നമ്മൾ വന്നത്, നമ്മൾ പണ്ട് മുതലേ വന്നതാണ്. എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. ബൈ ഗൈസ്.